നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് 2024. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഈ 2024 എന്ന വർഷത്തിൽ 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകാൻ ഇടയുള്ള ശുഭാശുഭ ഫലങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കും ഈ 2024 എന്നുള്ളതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ പൊതുവിൽ പറഞ്ഞാൽ ഒരു നല്ല വർഷം തന്നെയായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2024. കുറേ നാളായി പരിശ്രമിച്ചിട്ടും നടക്കാണ്ടുപോയ ചില കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള വർഷമാണ്. എല്ലാ മേഖലയിലും ഉള്ള തടസ്സങ്ങളൊക്കെ പതിയെ മാറി ജീവിതത്തിൽ പുരോഗതിക്ക് ഇടയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ നിലവിൽ അനുഭവിക്കുന്നവർ ആണ് എങ്കിൽ അവ കുറേയൊക്കെ പരിഹരിക്കപ്പെടുന്ന വർഷമായിരിക്കും ഇത്. സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ വന്നു എന്നും ഇരിക്കും. തൊഴിൽ മേഖല മെച്ചപ്പെടാനാണ് സാധ്യത. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. ഉള്ള തൊഴിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. നിലവിലത്തെ തൊഴിലിൽ പുരോഗതിക്കും ഇടയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ മെച്ചമുണ്ടാക്കാൻ സാധിക്കുന്ന കാലമാണ്. നിലവിൽ ബിസിനസ്സിൽ നഷ്ടം നേരിടുന്നവരാണ് എങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്ന വർഷമായിരിക്കും ഇത്. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് ഗുണകരമാണ്. നഷ്ടത്തിലായിരുന്നവ ലാഭത്തിലേക്ക് വരാൻ സാധ്യതയുള്ള കാലമാണിത്. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സ്വന്തം നിലയിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന കാലമാണിത്. തൻ്റെ പരിശ്രമത്തിന് ഫലം ലഭിക്കുന്ന വർഷമാണിത്. കുടുംബത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ ഇടയുള്ള കാലമാണിത്. നിലവിൽ കുടുംബത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ ഈ ഒരു വർഷം സാധിക്കും. വിവാഹ തടസ്സം അലട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവ മാറി വിവാഹത്തിന് സാധ്യതയുള്ള കാലമാണ്. സന്താന ലബ്ധിക്കും അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണിത്. സന്താനങ്ങളിൽ നിന്നുള്ള സന്തോഷത്തിനും സാധ്യതയുണ്ട്. പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കുന്ന കാലമാണിത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമാണ്. ചില ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്ന വർഷമാണ്. ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാ തടസ്സം മാറുന്ന കാലമാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും ഈ ഒരു വർഷം അനുകൂലമായിരിക്കും. മനസ്സിൻ്റെ ആശയങ്ങൾ പലതും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന കാലമാണ്. ആത്മവിശ്വാസത്തോടുകൂടി പലതും ചെയ്യാൻ സാധിക്കും. ഒരു തിരക്കേറിയ വർഷമാകാനാണ് സാധ്യത. ചിലപ്പോൾ ഒന്നിനും സമയം തികയാതെ വന്നേക്കാം. ഗുണഫലങ്ങൾ അധികവും അനുഭവിക്കുന്നത് 2024 മെയ് മാസം മുതലായിരിക്കും. അതുവരെയും കാര്യങ്ങൾക്ക് പല വിധേനയുള്ള തടസ്സങ്ങളും ഭാഗ്യദോഷങ്ങളുമൊക്കെ അനുഭവിക്കാൻ ഇടയുണ്ട്. വ്യാഴാഴ്ചകളിലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പാൽപ്പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഫലങ്ങൾക്ക് ഇടവരുത്തും. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂർ നല്ല കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾക്കും സാധ്യതയുള്ള വർഷമാണിത്. ഏപ്രിൽ മാസം വരെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ആകാനാണ് സാധ്യത. ഒന്നും വിചാരിച്ചതുപോലെ നടക്കണം എന്നില്ല. മനസ്സുഖം പൊതുവെ കുറവായിരിക്കും. എന്നും ഓരോരോ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കാനാണ് സാധ്യത. വരവിനേക്കാളും ചെലവ് കൂടി വരും. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അനുഭവപ്പെടും. കുടുംബത്തിലും സമാധാനം കുറഞ്ഞിരിക്കും.
ഭാഗ്യദോഷങ്ങൾ ഉണ്ടാകാം. കിട്ടുമെന്ന് വിചാരിച്ച ചിലതൊക്കെ നഷ്ടമാകാൻ ഇടയുണ്ട്. സ്നേഹബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകാം. എന്നാൽ 2024 മെയ് മാസം മുതൽ കാര്യങ്ങൾ പതിയെ മെച്ചപ്പെടും. തടസ്സങ്ങൾ കുറേയൊക്കെ മാറും. പ്രയാസങ്ങൾ പലതിനെയും അതിജീവിക്കാൻ സാധിക്കും. മനസ്സിന് സമാധാനം ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. മനസ്സിൽ കാണുന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന കാലമാണിത്. കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായും വെടിപ്പായും ചെയ്യാൻ സാധിക്കും. കണ്ടകശനി നിലനിൽക്കുന്ന വർഷമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2024. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനിറങ്ങിയാലും പെട്ടെന്ന് സാധിക്കണം എന്നില്ല. ഒന്ന് അലഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടി മാത്രമേ കാര്യങ്ങൾ ശരിപ്പെടുകയുള്ളൂ. ഒരുതരം മന്ദത, അലസത പിടികൂടി എന്നിരിക്കും. ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ, മടി എന്നിവ ഇടവക്കൂറുകാർക്ക് ഒരല്പം കൂടിയിരിക്കുന്ന വർഷമാണ് 2024. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾക്ക് സാധ്യതയുള്ള കാലമാണിത്. ഏത് കാര്യവും, അതിപ്പോൾ തൊഴിൽ രംഗത്തുള്ള കാര്യമായാലും ശരി, മറ്റെന്ത് കാര്യമായാലും ശരി, ഒന്നിലധികം തവണ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. അബദ്ധങ്ങൾ ചിലതൊക്കെ പറ്റിപ്പോകാം. നല്ലവണ്ണം പ്ലാൻ ചെയ്ത് ഇറങ്ങാത്ത പക്ഷം തിരിച്ചടികൾക്ക് സാധ്യതയുള്ള വർഷമാണിത്. ആരും ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കാണ്ടിരിക്കുന്നതായിരിക്കും ഈ വർഷം നല്ലത്. മറ്റുള്ളവർ കാരണം ദുഃഖിക്കാൻ ഇടയുണ്ടാകും. വിശ്വാസ വഞ്ചനകൾക്കും ഇടയുള്ള കാലമാണ്. പൊതുവിൽ ഈ വർഷം മനസ്സ് കലുഷിതമായി ഇരിക്കാനാണ് സാധ്യത. കുടുംബത്തിൽ പല വിധേനയുള്ള ദുഃഖങ്ങൾക്കും ഇഷ്ടജന വിയോഗത്തിനും ഇടയുള്ള കാലമാണ്. പൊതുജനങ്ങളുമായി ഇടപെടുന്ന തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോപണങ്ങൾ കേൾക്കാനും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനുമൊക്കെ ഇടയുള്ള വർഷമാണിത്. മംഗളകാര്യാദികൾക്ക് തടസ്സങ്ങൾ ഉണ്ടായാലും അവ നടക്കാൻ സാധ്യതയുള്ള കാലമായിരിക്കും ഇത്. കണ്ടകശനിക്ക് പരിഹാരമായി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ്. ശനിയാഴ്ചകളിലെ ശിവക്ഷേത്ര ദർശനവും കുറേയധികം ദോഷഫലങ്ങളെ ഇല്ലാണ്ടാക്കാൻ ഇടവക്കൂറുകാർക്ക് സഹായകരമാകും. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം 3/4 എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിരിക്കാനാണ് സാധ്യത. അതിൽ ഏപ്രിൽ മാസം അവസാനം വരെയും ഗുണഫലങ്ങൾക്കാണ് കൂടുതലും സാധ്യത. ആ സമയം കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കും. തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കുന്ന കാലമാണ്. പുതിയ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ നടക്കാം. ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റുള്ളവർ തന്നെ പിന്തുണയ്ക്കുന്ന കാലമാണ്. മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കാം. നല്ല കാര്യങ്ങളിൽ പങ്കാളിയാകാം. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ വിജയിക്കാൻ സാധിക്കും. തൻ്റെ ഇഷ്ടങ്ങൾ പലതും നേടിയെടുക്കാൻ പരിശ്രമിച്ചാൽ നിരാശപ്പെടേണ്ടി വരില്ല. തൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കാം. തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകാം. എന്നാൽ 2024 മെയ് മാസം മുതൽ നല്ലതല്ലാത്ത ഫലങ്ങൾക്കാണ് കൂടുതലും സാധ്യത. കാര്യങ്ങൾക്കൊക്കെ പല വിധേനയുള്ള തടസ്സങ്ങൾ പിടികൂടാം. ഒന്നും സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ പറ്റി എന്ന് വരില്ല. പ്രതീക്ഷിച്ചത് പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ചില പരാജയങ്ങൾക്കും ഇടയുണ്ട്. പ്രതീക്ഷ അർപ്പിച്ച ചില കാര്യങ്ങളിൽ തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. ഭാഗ്യദോഷം പിന്തുടരാം. ടെൻഷൻ വർദ്ധിച്ചിരിക്കും. മനസമാധാനം കുറഞ്ഞിരിക്കും.
ഒന്നിലും ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. സ്നേഹിക്കുന്നവർ തമ്മിൽ അകലാം. നിസാര കാര്യങ്ങൾക്ക് പിണക്കങ്ങളും കലഹങ്ങൾക്കും ഒക്കെ ഇടയുണ്ട്. നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സം നേരിടാം. തൊഴിൽ രംഗം കലുഷിതമായി മാറാം. തൊഴിൽ നഷ്ടമോ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിടാം. സാമ്പത്തികമായി നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പണം കൂടുതലായി ചെലവായി പോകാനാണ് ഇട. കഴിവിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പലപ്പോഴും സാധിക്കാതെ വരും. പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്കും തടസ്സം വരാൻ ഇടയുള്ള കാലമാണ്. ജനുവരി 15 മുതൽ ഒരു മാസവും ജൂൺ ജൂലൈ മാസങ്ങളും തീർത്തും അനുകൂലമല്ല. ജാതകത്തിൽ നല്ല സമയമാണ് എങ്കിൽ ഇതൊന്നും ചിലപ്പോൾ ബാധിച്ചില്ല എന്ന് വരും. മിഥുനക്കൂറിൽ ജനിച്ചവർ കൂടുതൽ നല്ല ഫലങ്ങൾ ഉണ്ടാകാനായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ്. പുണർദം അവസാനകാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കർക്കടകക്കൂറ്. കർക്കടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമായിട്ടുള്ള വർഷമാണ് 2024. കൂടുതൽ ഉന്മേഷത്തോടുകൂടിയും ഉത്സാഹത്തോടുകൂടിയും തൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. തടസ്സങ്ങൾ ഉണ്ടായാലും അവയെ അതിജീവിക്കും. കുടുംബത്തിൽ സന്തോഷത്തിനാണ് കൂടുതലും സാധ്യത. അല്ലെങ്കിൽ കുടുംബത്തിലെ നിലവിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അവ പരിഹരിക്കാൻ ഇടയുള്ള വർഷമാണ്. കുടുംബത്തിൽ കൂടുതൽ മംഗള കാര്യങ്ങൾക്കും ഇടയുള്ള കാലമാണ്. ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതിലും വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. തൊഴിൽ ലഭിക്കാനോ ഉള്ള തൊഴിൽ മെച്ചപ്പെടുത്താനോ തൊഴിലിൽ സ്ഥാന കയറ്റമോ സ്ഥാനമാറ്റമോ ലഭിക്കാനോ ഒക്കെ ഇടയുള്ള വർഷമാണിത്. തൊഴിൽപരമായിട്ടുള്ള അലച്ചിൽ കുറേയൊക്കെ പരിഹരിക്കപ്പെടും. കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിന് ഇടയുള്ള അത് നല്ല രീതിയിൽ കലാശിക്കുന്ന ഒരു കാലമായിരിക്കും ഇത്. ഭൂമി, വാഹനം, വീട് എന്നിവ സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വർഷമാണിത്. പുതിയ ബിസിനസ് ആരംഭിക്കാനും പുതിയ തൊഴിൽ പരീക്ഷിക്കാനും പുതിയ തൊഴിലേക്ക് മാറാനും ഒക്കെ ഈ വർഷം ഗുണകരമാണ്. തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കുറേയൊക്കെ മുന്നേറാൻ സാധിക്കുന്ന വർഷമാണ്. ഇങ്ങനെ കുറേ നല്ല ഫലങ്ങൾ ഉണ്ടാകുമ്പോഴും അഷ്ടമത്തിലെ ശനി കുറച്ച് വിഷമങ്ങളെയും ഉണ്ടാക്കി എന്നിരിക്കും. ശരീരസുഖം കുറഞ്ഞിരിക്കാം. മനസ്സിനെ ആകുലപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ഉണ്ടായി വരും. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ എന്നിവ ഉണ്ടാകും. ഇഷ്ടജനത്തിൻ്റെ വേർപാടിനാലും ദുഃഖിക്കാം. ശത്രുക്കൾ വരാം. ആരോപണങ്ങളും അപവാദങ്ങളും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളും കേൾക്കാൻ ഇടയുണ്ട്. ചിന്തിച്ചു മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക. റിസ്ക് പിടിച്ച കാര്യങ്ങളും വലിയ രീതിയിലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളും കുറയ്ക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി എന്ന് വരാം. അപ്പോൾ തന്ത്രപൂർവം പ്രവർത്തിച്ച് അതിനെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അസൂയാലുക്കൾ ഉണ്ടാകാം ചുറ്റിലും. തൻ്റെ വിജയത്തിൽ ചിലർ അസഹിഷ്ണുത പുലർത്തി എന്നും ഇരിക്കും. ഇവയൊക്കെ നിസ്സാരമായി കാണുന്നതാണ് നല്ലത്. മെയ് മാസം മുതലാണ് കൂടുതലും നല്ല ഫലങ്ങൾക്ക് സാധ്യത. ഫെബ്രുവരി 15 മുതൽ ഒരു മാസവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളും അത്ര ഗുണകരം ആയിരിക്കില്ല. ശനിയാഴ്ചകളിൽ ശാസ്താവിന് എള്ളു പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അഷ്ടമശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. വിഷ്ണു ക്ഷേത്ര ദർശനം, കൃഷ്ണ ക്ഷേത്ര ദർശനം എന്നിവയും കൂടുതൽ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. മകം, പൂരം, ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറ്. തരക്കേടില്ലാത്ത വർഷമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2024. ചില കാര്യങ്ങളൊക്കെ വിജയിക്കും, ചിലത് പരാജയപ്പെടും. പലതിലും വിജയിക്കുമെങ്കിലും അതിലൊരു പൂർണ്ണത അല്ലെങ്കിൽ അതിൽ പരിപൂർണമായിട്ടുള്ള സന്തോഷം ഉണ്ടാകണം എന്നില്ല. നല്ലവണ്ണം അലഞ്ഞ് തിരിഞ്ഞ് മാത്രമേ പലതും നടക്കുകയുള്ളൂ.
ഒന്നും അത്ര ഈസി ഗോയിങ് ആയിരിക്കണം എന്നില്ല. കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ഏത് കാര്യവും ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുതരം ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുമെങ്കിലും കഠിനമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ വിജയിക്കാൻ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാവുന്ന കാലമാണിത്. തിരക്കേറിയ വർഷമായിരിക്കാനാണ് സാധ്യത. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ടായിരിക്കും. ഒന്നിനും സമയം തികയണം എന്നില്ല. ഏറെ ശ്രമിച്ചിട്ടും നടക്കാണ്ടുപോയ ചിലതൊക്കെ നടക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യങ്ങൾ തേടിയെത്താം. എല്ലാത്തിലും ഒരു മാറ്റം പ്രകടമായി തന്നെ ഉണ്ടാകുന്ന വർഷമായിരിക്കും. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചില സാമ്പത്തികമായ നേട്ടങ്ങൾക്കും ഇടയുണ്ട്. കുടുംബത്തിലും നല്ല കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം ചില പ്രയാസങ്ങളും ഉണ്ടായി എന്നിരിക്കും. യാത്ര കാരണം പ്രയാസങ്ങൾ നേരിടാം. തൊഴിലിൽ സ്ഥാനമാറ്റം ഉണ്ടാകാം. ജീവിത പങ്കാളിയുമായി കലഹങ്ങൾക്കും പിണക്കങ്ങൾക്കും സാധ്യത കൂടിയ വർഷമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂടുതൽ ഗുരുതരമാക്കാതെ പെട്ടെന്ന് പരിഹരിക്കുന്നതാകും നല്ലത്. തനിക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമാകുന്നതിൽ കാലതാമസം നേരിടും. ചില കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടുന്നത് പോലെയൊന്നും സംഭവിക്കില്ല. വലിയ പ്രശ്നങ്ങൾ നിസ്സാരമായി പരിഹരിക്കപ്പെടുകയും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ കൂടുതൽ ദുഃഖിക്കേണ്ടി വരികയും പ്രയാസപ്പെടേണ്ടി വരികയും ചെയ്യുന്ന കാലമാകും ഇത്. ഈ വർഷം ആരോഗ്യം അത്ര നല്ലതായിരിക്കണം എന്നില്ല. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ നേരിടുന്നവർക്ക് അവ കുറച്ച് തീവ്രമാകാനാണ് സാധ്യത. ആരോപണങ്ങൾ കേൾക്കാം. തൻ്റെ പ്രവൃത്തികൾ പലതും വിമർശന വിധേയമാകാൻ ഇടയുള്ള വർഷമാണ് 2024. മാർച്ച് 15 മുതൽ ഒരു മാസക്കാലം അത്ര അനുകൂലമല്ല. ജനുവരി ഫെബ്രുവരി മാസങ്ങൾ അനുകൂലമാണ്. കണ്ടകശനി കാരണമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് പല വിധേനയുള്ള തടസ്സങ്ങളും ഈ വർഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ പ്രാർത്ഥിക്കുക, നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക എന്നിവ ശനിദോഷത്തെ കുറയ്ക്കാൻ സഹായകരമാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, 1-ാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2024. ഏപ്രിൽ മാസം വരെയാണ് ദോഷഫലങ്ങൾക്ക് കൂടുതലും സാധ്യത. ഈ സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ആയിരിക്കും. ഉദ്ദേശിച്ചതുപോലെ പലതും മുന്നോട്ട് പോകണം എന്നില്ല. ടെൻഷൻ കൂടിയിരിക്കും. മനസമാധാനം കുറവായിരിക്കും. ഭാഗ്യദോഷങ്ങൾ പലപ്പോഴും വേട്ടയാടി എന്നിരിക്കും. പൂർണ്ണ മനസ്സോടെയല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അനാവശ്യമായിട്ടുള്ള സ്വാധീനം പുലർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചില ബന്ധങ്ങൾ നമുക്ക് നിലനിർത്തണമോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ ഇരിക്കും. പല വിഷയങ്ങളിലും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒറ്റയ്ക്ക് ഒരു തീരുമാനം ചിന്തിച്ചെടുക്കാൻ സാധിക്കാതെ വരും പലപ്പോഴും. കുടുംബത്തിൽ സമാധാനം കുറഞ്ഞിരിക്കും. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിച്ച് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായകരമാണ്. 2024 മെയ് മാസം മുതൽ കാര്യങ്ങൾ അനുകൂലമായി വരും. കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ നടക്കും. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കും. തൻ്റെ പരിശ്രമങ്ങൾക്ക് പലതിനും ഫലമുണ്ടാകും. പലതിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടാം. തൊഴിൽ ലാഭമോ സ്ഥാനക്കയറ്റമോ ഉണ്ടാകാം. ബിസിനസ്സിൽ പുരോഗതിക്ക് സാധ്യതയുണ്ട്. താൻ പറയുന്നത് കേൾക്കാനും തന്നെ പിന്തുണയ്ക്കാനും ഒക്കെ ആൾക്കാരുണ്ടാകുന്ന കാലമാണ്. ദുഃഖങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാം.
ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടാം. കേസിൽ തൻ്റെ വാദങ്ങൾ ബലപ്പെട്ട് വിജയസാധ്യത ഉണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാം. കടബാധ്യതകൾ പരിഹരിക്കാനും സാധിക്കുന്ന വർഷമാകും ഇത്. കുടുംബത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഈ വർഷം ചെയ്യാൻ, മെയ് മാസത്തിന് ശേഷം ചെയ്യാൻ സാധിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ അത്ര ഗുണകരം ആയിരിക്കില്ല. ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകാനായി വിഷ്ണു ക്ഷേത്ര ദർശനം പതിവാക്കുക. ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന തുലാം കൂറ്. തുലാം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സുഖ ദുഃഖ സമ്മിശ്രമാണ് 2024. ഏപ്രിൽ മാസം അവസാനം വരെയും ഗുണഫലങ്ങൾക്കാണ് സാധ്യത. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ആരെയും കൂസാക്കാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം ലഭിക്കും. ആഗ്രഹിക്കുന്നതിൽ അധികവും നടക്കാനാണ് സാധ്യത. കുടുംബത്തിൽ സന്തോഷത്തിന് ഇടയുണ്ട്. വിരോധങ്ങൾക്ക് പരിഹാരമുണ്ടാകാം. തൻ്റെ കഴിവുകൾ അംഗീകരിക്കപ്പെടാം. നല്ല യാത്രകൾ നടത്താം. മനസ്സിൻ്റെ ആകുലതകൾ ചിലതൊക്കെ പരിഹരിക്കപ്പെടും. നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ പരിഹരിക്കാൻ സാധിക്കുന്ന വർഷമാകും ഇത്. താൻ വിചാരിക്കും പോലെയൊന്നും പല പ്രശ്നങ്ങളും ഉണ്ടാകില്ല. താൻ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകില്ല. നമ്മൾ ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിക്കുന്ന വിഷയങ്ങളൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് തന്നെ അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടും. ധൈര്യമായി കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മെയ് മാസം മുതൽ കാര്യങ്ങൾ പ്രതികൂലമാകും. എല്ലാത്തിനും തടസ്സങ്ങൾ ആയിരിക്കും. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാം. സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തിനും സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അനുഭവിക്കാം. താൻ ഇറങ്ങിയ പല കാര്യങ്ങളും അപൂർണമായി മുന്നോട്ട് പോകാം. കുടുംബത്തിൽ സമാധാനം കുറയാം. ഒന്നിലും ഒരു പരിധിക്കപ്പുറം മുന്നേറാൻ ആകാണ്ട് വരും. മനസ്സുഖം കുറയാം. ടെൻഷൻ വർദ്ധിച്ചിരിക്കാം. പരിശ്രമത്തിനനുസരിച്ച് മുന്നേറാൻ ആകാത്ത അവസ്ഥ സംജാതമാകാം. അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. മത്സരങ്ങളിൽ ഉദ്ദേശിച്ചതുപോലെ വിജയിക്കണം എന്നില്ല. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാം. പുതിയ ആദായമാർഗം ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ ശമിക്കും. ഈ സമയം ഒന്നും നിസ്സാരമായി കാണാൻ പാടില്ല. ഉദാസീനമായി ഇരിക്കാതെ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ജൂൺ, ജൂലൈ, ഒക്ടോബർ മാസങ്ങൾ അത്ര ഗുണകരം അല്ല. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങളെ കുറേയൊക്കെ പരിഹരിക്കാൻ സഹായിക്കും. വിശാഖം അവസാനകാൽ, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറുകാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള വർഷമായിരിക്കില്ല ഇത്. ഏപ്രിൽ അവസാനം വരെയുമാണ് ദോഷഫലങ്ങൾക്ക് കൂടുതലും സാധ്യത. എന്നും ഓരോരോ പ്രയാസങ്ങൾ ഉണ്ടായി മനസമാധാനം കുറഞ്ഞിരിക്കും. ശരീരസുഖവും കുറവായിരിക്കും. പ്രിയപ്പെട്ടവരിൽ നിന്ന് തിക്തമായിട്ടുള്ള അനുഭവങ്ങൾക്ക് ഇടയുണ്ട്. ഒന്നിലും മനസ്സ് കേന്ദ്രീകരിക്കാൻ ആകാണ്ട് വരും. ശത്രുക്കൾ വർദ്ധിക്കും. പുതിയ ശത്രുക്കൾ ഉണ്ടാകും. ആരോപണങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ഗുരുതരമായി മാറി എന്ന് വരാം. തൊഴിലിൽ പ്രയാസങ്ങൾ നേരിടാം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഒരു കാര്യത്തിലും വിചാരിച്ചതുപോലെ ശോഭിക്കാൻ ആകാണ്ട് വരും. അർഹമായിട്ടുള്ള ചിലതൊക്കെ കയ്യെത്തും ദൂരെ നഷ്ടമായി എന്നിരിക്കും. കുടുംബത്തിൽ സമാധാനം കുറഞ്ഞിരിക്കാം. എന്നാൽ 2024 മെയ് മാസം മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടും. തടസ്സങ്ങൾ പലതും മാറിവരും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം.
താൻ വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാൻ ഇടയുണ്ട്. പുതിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകാം. ബിസിനസ്സിൽ ലാഭം കൊയ്യാം. വിവാഹ തടസ്സം മാറാം. ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കുന്ന കാലമാണ്. തൻ്റെ ഇഷ്ടങ്ങൾ ചിലതൊക്കെ സഫലമാകും. തൻ്റെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാം. പല കാര്യങ്ങൾക്കും മറ്റുള്ളവർ തന്നെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കുന്ന, മറ്റുള്ളവരെ പലതിലും സഹായിക്കേണ്ടി വരുന്ന വർഷമായിരിക്കും ഇത്. മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. തടസ്സങ്ങളെ അതിജീവിക്കാൻ പുതിയ മാർഗങ്ങൾ തെളിഞ്ഞു വരും. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില അനുഭവങ്ങൾക്കും ഇടയുള്ള കാലമാണ്. ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നതിനേക്കാൾ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാനാണ് വൃശ്ചികക്കുറുകാർ ഈ വർഷം ശ്രദ്ധിക്കേണ്ടത്. ജൂൺ, ജൂലൈ, സെപ്റ്റംബർ എന്നീ മാസങ്ങൾ ഗുണകരം ആയിരിക്കില്ല. കണ്ടകശനി നടക്കുന്നത് കൊണ്ട് തന്നെ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ധനുക്കൂറ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലമാണ്. ഏപ്രിൽ മാസം അവസാനം വരെയും ഗുണഫലങ്ങൾക്കാണ് കൂടുതലും സാധ്യത. തൊഴിൽ പുരോഗതി ഉണ്ടാകാം. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പുതിയ കാര്യങ്ങൾ ചെയ്യാം. അതിൽ പലതിലും വിജയം കണ്ടെത്താം. കഠിനമായ പരിശ്രമത്തിലൂടെ വിജയിക്കാൻ സാധിക്കും. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാം. വലിയ പ്രയാസങ്ങൾ കൂടാതെ ജീവിതം മുന്നോട്ട് പോകും. വിദ്യാപുരോഗതി, തൊഴിൽ നേട്ടം എന്നിവയ്ക്ക് അനുകൂലമായ കാലമാണ്. മാനസികമായിട്ടുള്ള വൈഷമ്യങ്ങൾക്ക് കുറേയൊക്കെ പരിഹാരം ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ ചെയ്യാം. തൻ്റെ നിഗമനങ്ങൾ പല കാര്യത്തിലും ശരിയായി വരാം. ആരോഗ്യം വർദ്ധിക്കും. തൻ്റെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന വർഷമാകും ഇത്. കൂടുതൽ ഉത്സാഹത്തോടെയും ആവേശത്തോടുകൂടിയും പ്രവർത്തിക്കാൻ സാധിക്കും. തൻ്റെ നിലപാടുകൾക്ക് അംഗീകാരവും തൻ്റെ പ്രവൃത്തികൾക്ക് വിജയവും ഉണ്ടാകും. കുറേയേറെ തിരിച്ചറിവുകളും നമുക്ക് ലഭിക്കുന്ന വർഷമാകും ഇത്. എന്നാൽ 2024 മെയ് മാസം മുതൽ തടസ്സങ്ങൾ കുറേയൊക്കെ വന്നു ഭവിക്കും. മനസ്സുഖം പതിയെ കുറഞ്ഞു വരും. തൊഴിൽപരമായിട്ടുള്ള ചില്ലറ പ്രയാസങ്ങൾ നേരിടാം. വരവ് കുറയാം. ചിലവ് കൂടാം. കുടുംബത്തിൽ സമാധാനം കുറയാം. എങ്കിലും ധൈര്യത്തോടെ പലതും ചെയ്യാൻ സാധിക്കും. വ്യവഹാരത്തിൽ വിജയിക്കാനുള്ള വഴികൾ തെളിയും. വിരോധങ്ങൾ പരിഹരിക്കാം. രോഗം ശമിക്കാം. മറ്റുള്ളവരുടെ സഹായം ലഭിക്കാം. ചില കാര്യങ്ങളൊക്കെ കയ്യെത്തും ദൂരെ നഷ്ടമാകാം. എന്നാൽ അപ്രതീക്ഷിതമായ ചിലതൊക്കെ നടക്കുകയും ചെയ്യാം. വസ്തുവകകൾ സമ്പാദിക്കുന്ന കാര്യത്തിൽ തടസ്സം നേരിടാം. സൗഹൃദങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാകാം. വ്യക്തിബന്ധങ്ങളിൽ ചിലത് അകന്നു പോകാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുമായി കലഹങ്ങൾക്കും ഭിന്നതയ്ക്കും ഇടയുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും സ്ഥായിയായ നേട്ടങ്ങൾ പലതും ഉണ്ടാക്കാൻ കഴിയുന്ന വർഷമാകും ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2024. ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബർ എന്നീ മാസങ്ങൾ അനുകൂലമായിരിക്കില്ല. വിഷ്ണു ക്ഷേത്ര ദർശനം, വ്യാഴാഴ്ചകളിലെ വിഷ്ണു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം എന്നിവ ഗുണഫലങ്ങളെ നൽകാൻ സഹായിക്കും. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ്. 7.5 ശനിയുടെ അവസാന ഘട്ടമാണ് മകരക്കൂറുകാരുടെ ജീവിതത്തിൽ നടക്കുന്നത്. എങ്കിലും താരതമ്യേന അനുകൂലമായിട്ടുള്ള ഗുണഫലങ്ങൾക്ക് കൂടുതലും സാധ്യതയുള്ള വർഷമാകാനാണ് സാധ്യത. കഴിഞ്ഞ കുറച്ച് നാളുകളായി അനുഭവിച്ചു വരുന്ന പല തടസ്സങ്ങൾ ക്രമേണ പരിഹരിക്കപ്പെടും. ചില നല്ല കാര്യങ്ങൾ നടക്കാം. ഏറെക്കാലമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലം ലഭിക്കാം. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറേയൊക്കെ പരിഹരിക്കപ്പെടാം. സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം.
കടബാധ്യതകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ ചിലതൊക്കെ പരിഹരിക്കാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൈവരാനും സാധ്യതയുണ്ട്. ഉത്സാഹത്തോടുകൂടി പലതും ചെയ്യാൻ കഴിയും. തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങൾ പലതും പരിഹരിക്കപ്പെടാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ഭാഗ്യത്തിന് ഇടയുണ്ട്. എങ്കിലും രോഗങ്ങളും ഇടവിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്വജനങ്ങളുമായിട്ടുള്ള പിണക്കങ്ങൾക്ക് ഇടയുണ്ട്. ഭവനം, ഭൂമി എന്നിവ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന വർഷമാകാനാണ് സാധ്യത. വരവിനേക്കാൾ ചിലവ് കൂടി ഇരിക്കുന്ന വർഷമായിരിക്കും ഇത്. അശ്രദ്ധ കാരണമായി ചില പ്രയാസങ്ങൾ വന്നുകൂടി എന്നിരിക്കും. വിദേശ തൊഴിൽ നോക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. വിലപ്പെട്ട കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ചില ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല. കുടുംബത്തിൽ സന്തോഷവും പ്രയാസങ്ങളും ഒരുപോലെ ഉണ്ടാകുന്ന വർഷമാണ്. രോഗികൾക്ക് രോഗശമനത്തിന് ഇടയുള്ള കാലമാണ്. ദൂരദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അവസരം ഉണ്ടാകും. സുഹൃത്തുക്കളുടെ സഹായത്താൽ മുന്നേറാൻ കഴിയും. തന്നെക്കൊണ്ട് ഫലപ്രദമായി കുറേ കാര്യങ്ങൾ ചെയ്യാനാകുന്ന വർഷമാകും ഇത്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, ബിസിനസ് ആരംഭിക്കാൻ ഒക്കെ ഈ വർഷം പരിഗണിക്കാവുന്നതാണ്. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഈ വർഷം ഗുണകരം ആണ്. ഏഴരാണ്ട ശനിയുടെ അവസാന കാലം ആയതിനാൽ തന്നെ ഒന്നിലും എടുത്തു ചാടുന്നത് അത്ര ഗുണകരം അല്ല. നല്ലപടി ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക. ഒരു ഭാഗത്ത് നല്ലത് നടക്കുമ്പോഴും മറുഭാഗത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടായി വരും. മെയ് മാസം മുതലാണ് കൂടുതലും നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ അത്ര ഗുണകരം ആയിരിക്കണം എന്നില്ല. ഏഴരാണ്ട ശനിയുടെ പരിഹാരമായി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം എന്നിവ സമർപ്പിക്കാവുന്നതാണ്. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരിരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂർ. ജന്മശനി നടക്കുന്നതിനാൽ തന്നെ കുംഭക്കൂറുകാർക്ക് അത്ര ഗുണകരം ആയിരിക്കില്ല. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകും. പൊതുവിൽ ജീവിതത്തിൽ പുരോഗതി കുറഞ്ഞിരിക്കും. എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച സമയത്ത് നടക്കണം എന്നില്ല. നല്ല അലച്ചിലായിരിക്കും. ആത്മവിശ്വാസം കുറഞ്ഞിരിക്കാം. ഒരുതരം പരാജയ ഭീതി പിന്തുടരാം. തൊഴിൽ രംഗം കലുഷിതമാകാം. പുതിയ തൊഴിലിലേക്കുള്ള മാറ്റം ഈ സമയത്ത് അത്ര ഗുണകരം ആയിരിക്കില്ല. ശരീരസുഖം കുറഞ്ഞിരിക്കാം. ഇടവിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വരാം. സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വർദ്ധിച്ചിരിക്കാം. ലാഭം കരുതി ചെയ്ത ചിലതൊക്കെ നഷ്ടത്തിൽ കലാശിക്കാം. വെറുതെ ഇരിക്കാൻ ആകാത്ത വർഷമായിരിക്കും ഇത്. നിരന്തരം ഓരോ തിരക്കുകൾ ഉണ്ടായി വരും. സ്നേഹബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചിരിക്കും. വിചാരിക്കാത്ത കോണുകളിൽ നിന്ന് സഹായം ലഭിക്കാൻ ഇടയുണ്ട്. നമ്മെ മോഹിപ്പിക്കുന്ന പല അവസരങ്ങളും മുന്നിലെത്തും. അതിൽ നല്ലത് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എടുത്തുചാട്ടമൊക്കെ കുറയ്ക്കുക. നല്ലവണ്ണം പരിശ്രമിക്കേണ്ടി വരുന്ന വർഷമാണ് കുംഭക്കൂറുകാർക്ക് 2024. അതുകൊണ്ട് തന്നെ ഉദാസീനമായി ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ നടക്കില്ല. പ്രതിബന്ധങ്ങളിൽ വലഞ്ഞു പോകാതെ അവയെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കാൻ ഈ സമയം കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ടുള്ള സ്ഥാന മാറ്റങ്ങൾക്ക് ഇടയുള്ള കാലമാണ്. കുടുംബത്തിൽ പല പ്രയാസങ്ങൾക്കും ഇടയുള്ള വർഷമാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രമ്യമായി പരിഹരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ജീവിത പങ്കാളിയുമായിട്ട് കലഹാന്തരീക്ഷം വർദ്ധിച്ചിരിക്കാനാണ് സാധ്യത. പുതിയ ചില പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം. അല്ലെങ്കിൽ താൻ ഏറ്റെടുത്ത ചിലത് തനിക്ക് തന്നെ തലവേദനയായി മാറുന്ന സാഹചര്യം രൂപപ്പെടാം. വലിയ നിക്ഷേപങ്ങൾ നടത്താനും വലിയ തുക ലോൺ എടുക്കുന്നതിനും ഒന്നും ഈ വർഷം ഗുണകരം അല്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾക്ക് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ പണം സ്വരൂപിച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ കഴിവതും സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുന്നതാണ് ഈ വർഷം നല്ലത്.
അനാവശ്യമായി ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രതികരണശേഷി കുറച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഏപ്രിൽ മാസം 6-ാം തീയതി വരെ ചതയം നക്ഷത്രക്കാർക്ക് ശനിയുടെ ദോഷങ്ങൾ വർദ്ധിച്ചിരിക്കും. ഏപ്രിൽ മാസം 6 മുതൽ പൂരിരുട്ടാതി നക്ഷത്രക്കാരുടെ സമയം വളരെ ദോഷകരമായും മാറും. അതുകൊണ്ട് തന്നെ ഈ 2 നക്ഷത്രക്കാരും ഈ വർഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കാം, എള്ളുപായസം സമർപ്പിക്കാം, എള്ളുതിരി കത്തിക്കാം. ഇതെല്ലാം ദോഷങ്ങളെ കുറയ്ക്കാനായി സഹായിക്കും. ഫെബ്രുവരി, ഒക്ടോബർ, നവംബർ മാസങ്ങൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായിരിക്കും. പൂരിരുട്ടാതി അവസാനകാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്ക് അത്ര നല്ല വർഷമായിരിക്കില്ല 2024. ഏഴരാണ്ട ശനി കൂടുതലായി ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു വർഷമാകും ഇത്. എങ്കിലും ഏപ്രിൽ അവസാനം വരെയും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. മെയ് മാസം മുതലാണ് ദോഷഫലങ്ങൾക്ക് കൂടുതലും സാധ്യത. മെയ് മാസം മുതൽ മനസ്സുഖം കുറഞ്ഞിരിക്കാം. എപ്പോഴും ടെൻഷൻ ആയിരിക്കും. കുറച്ചധികം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തത് എന്ന വിധം തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കുടുംബത്തിൽ സമാധാനം കുറയാം. ജീവിത പങ്കാളിയുമായി കലഹങ്ങൾ, അകൽച്ച എന്നിവ രൂപപ്പെടാം. ഒരുതരം ഉത്സാഹക്കുറവും മന്ദതയും ഒക്കെ ഉണ്ടാകും. ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ വരാം. തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടാം. തൊഴിലിൽ സ്ഥാനമാറ്റത്തിന് ഇടയുണ്ട്. ബിസിനസ്സിൽ പരാജയം നേരിടാം. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങളും നേരിട്ടു എന്ന് വരാം. ശത്രുക്കൾ ഉണ്ടാകാം. ആരോപണങ്ങൾ കേൾക്കാം. താൻ പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. ഏറെ പ്രതീക്ഷ അർപ്പിച്ച ചില കാര്യങ്ങളിൽ പരാജയം വരാൻ സാധ്യത ഉണ്ട്. കിട്ടുമെന്ന് വിചാരിച്ച ചിലതൊക്കെ നഷ്ടപ്പെടാൻ ഇടയുള്ള കാലമാണ്. റിസ്ക് പിടിച്ച കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഈ വർഷം നല്ലത്. ഉള്ളതിനെ നഷ്ടപ്പെടാതെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഈ വർഷം ഒട്ടും തന്നെ അനുകൂലം അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ നഷ്ടപ്പെടാനാണ് സാധ്യത. തൊഴിൽ മാറ്റം, പുതിയ ബിസിനസ് ആരംഭിക്കുക എന്നിവ കഴിവതും ഒഴിവാക്കുക. നമ്മൾ എവിടെ പോയാലും പല പ്രയാസങ്ങളും ഇങ്ങോട്ട് വരുന്ന ഒരു കാലമാകും ഇത്. അതുകൊണ്ട് തന്നെ പരിചിതമായിട്ടുള്ള ഇടങ്ങളിൽ തന്നെ നിൽക്കുന്നതാണ് ഈ ഒരു വർഷം നല്ലത്. അനാവശ്യമായി ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനവസരത്തിൽ അഭിപ്രായം പറയാതെ ഇരിക്കുക. സ്വന്തം നിലയിൽ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ എടുത്ത് തലയിൽ വയ്ക്കുന്നത് ഈ സമയത്ത് ഗുണകരം അല്ല. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് ഇടയുള്ള വർഷമാണിത്. പണച്ചിലവ് കൂടിയിരിക്കും. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കുറയ്ക്കുക. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് പല തടസ്സങ്ങളും പ്രതീക്ഷിക്കാം. നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ വൈകുന്ന കാലമാകും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2024. ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയുള്ള കാലമാണ്. എല്ലാ മേഖലയിലും ശനിയുടെ പ്രവാഹം പ്രകടമാകുന്ന ഒരു വർഷമാകും 2024. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എള്ളുപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവയൊക്കെ ശനിയുടെ പ്രഭാവത്തെ കുറയ്ക്കാൻ സഹായകരമാകുന്ന പരിഹാരങ്ങളാണ്. അപ്പോൾ ഇതാണ് 2024 27 നക്ഷത്രങ്ങളിലും ജനിച്ചവരുടെ ശുഭാശുഭ ഫലങ്ങൾ. എല്ലാവർക്കും ഈ ഒരു വർഷം എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്ന ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.